1984 ജനുവരി 22 പുലർച്ചെ 3 മണിക്ക് മാവേലിക്കര കുന്നം ഗ്രാമത്തിൽ വയലിൽ ഒരു കാർ കത്തിയെരിയുന്നു. KLY 7831 ബ്ലാക്ക് അംബാസഡർ കാർ. ഓടിക്കൂടിയവർ ഭീതിയോടെ കാണുന്നു വയലിലേക്ക് വീണ് കത്തിയെരിയുന്ന കാറിനുള്ളിൽ ഡ്രൈവർ സീറ്റിൽ വെന്തുരുകുന്ന ഒരു മനുഷ്യ ശരീരം. കാറിൻ്റെ നമ്പരും മറ്റ് തെളിവുകളും വെച്ച് പിറ്റേന്ന് പോലീസും ലോകവും വിധി എഴുതുന്നു. മരിച്ചത് മാവേലിക്കര ചെറിയനാട് സ്വദേശിയായ പ്രവാസി മലയാളി സുകുമാരക്കുറുപ്പാണെന്ന്. സംഭവ സ്ഥലത്തിന് സമീപത്തു നിന്ന് ലഭിച്ച ഒരു കയ്യുറയും ഒഴിഞ്ഞ കന്നാസും അതൊരു അപകട മരണമല്ല, കൊലപാതകമാണെന്നുള്ള സൂചനകൾ നൽകി. മരണവിവരം അന്വേഷിച്ച് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തിയ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സഹോദരൻ ഭാസ്കരപിള്ളയിൽ പോലീസിന് ചില സംശയങ്ങളുണ്ടാകുന്നു. ഭാസ്കരപിള്ളയുടെ ശരീരത്ത് പൊള്ളലിന്റെ പാടുകൾ അവർ കണ്ടെത്തുന്നു. തുടർന്ന് നടത്തുന്ന ചോദ്യം ചെയ്യലിൽ സുകുമാരക്കുറുപ്പിനെ കൊന്നത് താനാണെന്ന് ഭാസ്കരപിള്ള സമ്മതിക്കുന്നു. ഒപ്പം ഡ്രൈവറായിരുന്ന പൊന്നപ്പനും പോലീസ് പിടിയിലാകുന്നു. സ്വത്ത് തർക്കത്തിനിടയിൽ സുകുമാരക്കുറുപ്പിനെ ഭാസ്കരപിള്ള കൊന്നു എന്ന് വിശ്വസിക്കാവുന്ന എല്ലാ തെളിവുകളുമുള്ള പ്രതി തന്നെ നേരിട്ട് കുറ്റം സമ്മതിച്ച ഒരു കേസ്. പക്ഷേ ലോകത്തെല്ലാ ക്രൈമിലും എന്ന പോലെ ഇവിടെയും ദൈവത്തിൻ്റെ വിരലടയാളം പതിഞ്ഞ ചില തെളിവുകൾ ബാക്കിയുണ്ടായിരുന്നു. സുകുമാരക്കുറുപ്പിന്റെ വീട്ടിലെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് ഒരു മരണവീടാണെന്ന് തോന്നുന്നില്ല. അത് അവരെ സംശയത്തിലെത്തിച്ചു. സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയെയും മറ്റു ബന്ധുക്കളെയും ചോദ്യം ചെയ്തപ്പോൾ എവിടെയൊക്കെയോ ചില ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ. പോലീസ് അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. ആലപ്പുഴ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മാൻ മിസ്സിംഗ് കേസുകൾ പരിഗണനാ വിധേയമാകുന്നു. ഇവിടെയാണ് ചാക്കോ എന്ന ചെറുപ്പക്കാരന്റെ രംഗപ്രവേശം. മരിച്ചിട്ടും മരിക്കാത്ത ചാക്കോ. ഇനി ഒരൽപ്പം ഫ്ലാഷ് ബാക്ക്. സുകുമാരക്കുറുപ്പ് അല്ല, ഗോപാലകൃഷ്ണക്കുറുപ്പ് വ്യോമസേനയെ പറ്റിച്ച് നാടുവിട്ടു വന്ന് പേരുമാറ്റി സുകുമാരക്കുറുപ്പ് എന്ന വ്യാജ പാസ്പോർട്ടിൽ അബുദാബിയിലേക്ക് കടന്ന വില്ലാളി വീരനായ ക്രിമിനൽ. അയാൾ അബുദാബിയിൽ നിന്നും ഏകദേശം 30 ലക്ഷത്തോളം ഇന്ത്യൻ മണിക്ക് ഇൻഷുറൻസ് എടുത്തിരുന്നു. താൻ മരിച്ചു എന്ന് വരുത്തി തീർത്ത് ആ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാനായി അയാളും ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനും ചേർന്ന് നടത്തിയ പദ്ധതിയായിരുന്നു. അതിന് തന്നോട് സാമ്യമുള്ള ഒരു ശവശരീരം അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞ സുകുമാരക്കുറുപ്പും സംഘവും ഒടുവിൽ ജീവനുള്ള ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കഥ എത്തിച്ചേർക്കുകയായിരുന്നു. അതെ, അന്ന് ആ ഭീകര രാത്രിയിൽ 1984 ജാനുവരി 22 ഒരു ശവം തേടി അലഞ്ഞ് നിരാശരായി മടങ്ങുന്ന സുകുമാരക്കുറുപ്പിന്റെയും പൊന്നപ്പന്റെയും ഭാസ്കരപിള്ളയുടെയും മുന്നിലേക്ക് വിധി പോലെ അയാൾ കടന്നു വന്നു. ചാക്കോ. കരുവാറ്റ ഹരി തിയേറ്ററിന് മുന്നിൽ നിന്നും അയാൾ സുകുമാരക്കുറുപ്പിന്റെ കാറിന് കൈ കാണിക്കുന്നു. ചാക്കോ കൊല്ലപ്പെടുന്നു അതിക്രൂരമായി. ആ ചേതനയത്തെ ശരീരത്തെ ചെറിയനാട്ടുള്ള സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ വീടായ സ്മിതാ ഭവനിലേക്ക് എത്തിച്ച് മുഖം കരിച്ചു കളയുന്നു ആളറിയാതിരിക്കാൻ. ഒടുവിൽ ഒരു അപകട മരണം വരുത്തി തീർത്ത് ഇൻഷുറൻസ് തുക തട്ടിച്ചെടുക്കുവാനായി അതിനു പറ്റിയ ഒരു സ്ഥലം തേടി അവർ എത്തുന്നു. ഞാൻ കണ്ട കൊല്ലകടവ്. ചാക്കോയെ മരിച്ച് 7 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ആ കൊല്ലകടവ് പാലത്തിലൂടെ, അതിന് സമീപ പ്രദേശത്തുള്ള കുന്നം പാടത്തിലൂടെ ആ ശവവും കൊണ്ട് ആ കാർ യാത്ര ചെയ്തു. ഒടുവിൽ അവർ
കുന്നത്ത് പാടത്തിന് സമീപത്ത് കാർ വയലിലേക്ക് തള്ളിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ആ പാടം ചാക്കോ പാടമായി മാറുന്നു. ഗതി കിട്ടാതെ ചാക്കോയുടെ പ്രേതം അലഞ്ഞു നടക്കുന്നു. സുകുമാരക്കുറുപ്പിൻ്റെയും ചാക്കോയുടെയും കഥ ഒരുപാട് പേർ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നെറ്റിലൂടെ നോക്കി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ നാടിൻ്റെ സ്പന്ദനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പരിചയപ്പെട്ട സുകുമാരക്കുറുപ്പിനെയും ചാക്കോയെയുമാണ്. പറയാൻ ബാക്കി വെച്ച പലരും അറിയാതെ പോയ ഒരു ജീവിത അനുഭവം കൂടി ഈ കഥയോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്നു. അന്ന് ഒരു ചെറുപ്പക്കാരൻ മാവേലിക്കരയ്ക്ക് സമീപമുള്ള ഈ കുന്നം ഗ്രാമത്തിന് സമീപമുള്ള കൊച്ചാലമൂട് ഇൻഡസ്ട്രി എസ്റ്റേറ്റിൽ ഒരു ചെറിയ കമ്പനിയിലെ ജീവനക്കാരനാണ്. അവൻ അറിയുന്നു കുന്നം പാടത്ത് ഒരു കാറിൽ ഒരാൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന്. അവൻ്റെ കൂട്ടുകാരുടെ സൈക്കിളിൽ ലോഡ് വെച്ച് ആ പാടത്ത് ചെന്ന് നിന്ന് ആ ശവം കാണുന്നു. പല കഥകളും പ്രചരിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരനും അറിയുന്നു മരിച്ചത് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആളാണ്, കൊന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് എന്ന്. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞാണ് ലോകമറിയുന്നത് മരിച്ചത് ചാക്കോയാണ്. അല്ല, കൊല്ലപ്പെട്ടത് ചാക്കോയാണ്, കൊന്നത് സുകുമാരക്കുറുപ്പാണ് എന്ന് തെളിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോകുന്നു. കൂട്ടുകാർക്കൊപ്പം സൈക്കിളിൽ പോയി കുന്നത്ത് പാടത്ത് നിന്ന് താൻ കണ്ടത് തൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ശരീരമായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെ ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, ചാക്കോയുടെ സ്വന്തം അനുജനായിരുന്നു. കേരളത്തിൻ്റെ ക്രൈം ചരിത്രത്തിൽ, ഒരുപക്ഷെ ഭാരതത്തിൻ്റെ തന്നെ ക്രൈം ചരിത്രത്തിൽ ഇതുപോലെ ഒരു കേസ്, ഇതുപോലെ ഒരു സുകുമാരക്കുറുപ്പ് കണ്ടെത്തുവാൻ നമുക്ക് കഴിയില്ല. കൊലപാതകം നടന്ന് 36 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൊലപാതകിയായ 1-ാം പ്രതിയായ സുകുമാരക്കുറുപ്പ് എവിടെയെന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട സുകുമാരക്കുറുപ്പിൻ്റെ കഥയും കേസുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കൊലപാതകം, ഹരിഹരവർമ്മയുടെ കൊലപാതകം. ഹരിഹരവർമ്മ എല്ലാവരോടും പറഞ്ഞത് താൻ മാവേലിക്കര കോവിലകത്തെ അവകാശിയാണ് എന്നാണ്. ഒരുപാട് വിലപിടിപ്പുള്ള രത്നങ്ങളും വജ്രങ്ങളും സ്വന്തമായി ഉണ്ടായിരുന്ന ഹരിഹരവർമ്മ 2012 ഡിസംബർ 24 തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലുള്ള തൻ്റെ സുഹൃത്തിൻ്റെ വസതിയിൽ വെച്ച് തികച്ചും ആകസ്മികമായി ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടു. ഹരിഹരവർമ്മയും സുകുമാരക്കുറുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പൈശാചികമായ ഒരു കൊലപാതകം നടത്തി 36 വർഷങ്ങൾക്ക് ശേഷവും പ്രതിയെ കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസ് സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം. കൊലപാതക കേസിലെ പ്രതികളെ ശിക്ഷിച്ച ശേഷവും കൊല്ലപ്പെട്ടത് ആരെയെന്ന് തെളിയിക്കുവാൻ കഴിയാതെ പോയ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഹരിഹരവർമ്മയുടെ വധം. സുകുമാരക്കുറുപ്പ് തന്നെയാണോ ഇനി ഹരിഹരവർമ്മ? ലോകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഹരിഹരവർമ്മ പറഞ്ഞത് താൻ മാവേലിക്കര കോവിലകത്തെ അവകാശിയാണ് എന്നാണ്. ഗോപാലകൃഷ്ണക്കുറുപ്പ് സുകുമാരക്കുറുപ്പായി മാറിയ കഥ നമുക്ക് പരിചിതമാണ്. സുകുമാരക്കുറുപ്പിന് മറ്റൊരു പരകായ പ്രവേശം നടത്തിക്കൂടാ ഹരിഹരവർമ്മയിലേക്ക്? പൂർവകാലമറിയാതെ, കൊട്ടാരങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ എവിടെ നിന്നോ പൊട്ടിമുളച്ച ഒരു ഹരിഹരവർമ്മ. ഈ വർമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും കോടി സ്വത്തുക്കൾ ലഭിച്ചത്? ഇത്രയും വജ്രങ്ങളും വിലപിടിപ്പുള്ള മുത്തുകളും പവിഴങ്ങളും ഒക്കെ കിട്ടിയത്? ഈ ചോദ്യത്തിന് ആരാണ് മറുപടി പറയുക? IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 46 പ്രകാരം കൊല്ലപ്പെട്ടത് ആരെ എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. അത്
ഒരു മനുഷ്യജീവി ആണെന്ന് മാത്രം തെളിയിക്കപ്പെട്ടാൽ മതിയാവും തക്കതായ ശിക്ഷ പ്രതിക്ക് നൽകുവാൻ. ഇവിടെ അജ്ഞാതനായി പിടികിട്ടാപ്പുള്ളിയായി കേരളത്തിൻ്റെ ക്രിമിനൽ ചരിത്രത്തിൽ സുകുമാരക്കുറുപ്പ് ഇന്നും ഒരു പ്രഹേളികയായി അവശേഷിക്കുന്നു. അതേപോലെ കൊല്ലപ്പെട്ടിട്ടും താൻ ആരെന്ന് കൂട്ടത്തിൽ ഏറെക്കാലം അന്തിയുറങ്ങിയ ഭാര്യയ്ക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത മറ്റൊരു പ്രഹേളികയായി ഹരിഹരവർമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില ചേർച്ചകൾ, എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ. എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല ഹരിഹരവർമ്മയോ സുകുമാരക്കുറുപ്പ്, സുകുമാരക്കുറുപ്പോ ഹരിഹരവർമ്മ? ജീവിതാവസാനം വരെ തൻ്റെ വ്യക്തിത്വം ഒളിച്ചു വെച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്ന ക്രിമിനൽ മനസ്സുള്ള ഒരു ഹരിഹരവർമ്മയാകുവാൻ കേരള ചരിത്രം പഠിച്ചതിൽ ഒരു കുറ്റവാളിക്കും കഴിയും എന്ന് തോന്നുന്നില്ല, സുകുമാരക്കുറുപ്പ് ഒഴികെ. എന്തുകൊണ്ട് സുകുമാരക്കുറുപ്പ് എന്ന ഗോപാലകൃഷ്ണക്കുറുപ്പിന് ഹരിഹരവർമ്മ ആയിക്കൂടാ എന്ന ചോദ്യം 100 ആവർത്തി ഇവിടെ ഉയരുമ്പോഴും നിയമത്തിൻ്റെ പിൻബലത്തോടെ ഹരിഹരവർമ്മയുടെ കൊലയാളികളെ ശിക്ഷിച്ചതോടുകൂടി നമുക്ക് ആ ഫയൽ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഒരിക്കലും പിടികിട്ടാത്ത തന്ത്രശാലിയായ ഒരു മാരീചനെ പോലെ കുതറി നടക്കുന്ന ഒരു അമാനുഷിക വ്യക്തിത്വമായി സുകുമാരക്കുറുപ്പിനെ പ്രഖ്യാപിക്കുകയും ചെയ്യാം. പക്ഷേ സാമാന്യ ജനത്തിന് അറിയേണ്ടതായിട്ടുണ്ട് സുകുമാരക്കുറുപ്പ് എവിടെ, ഹരിഹരവർമ്മ ആരാണ്? നിയമസാധുതകൾ ഉപയോഗിച്ച് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് സുകുമാരക്കുറുപ്പിനെയും ഹരിഹരവർമ്മയെയും നാം അതിൻ്റെ വഴിക്ക് വിടുമ്പോൾ ഒന്നാലോചിക്കണം. ഇവിടെ മാവേലിക്കരയിൽ ഒരു ചാക്കോപ്പാടമുണ്ട്. അവിടെ സ്വസ്ഥത കിട്ടാത്ത ചാക്കോ എന്ന ഒരാത്മാവുണ്ട്. ആ ആത്മാവിനറിയണം സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്ന്, സുകുമാരക്കുറുപ്പ് ഹരിഹരവർമ്മയോ എന്ന്.